ഐസർ എന്ന് പറഞ്ഞാൽ വെറും റിസർച്ച് ആണ്. അവിടെ പോയാൽ നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടില്ല. ഈ ഡയലോഗ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എങ്കിൽ ഈ ഡയലോഗ് പറയുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം. ഐസർ ഭോപ്പാൽ ഇപ്പോൾ വെറും ഒരു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, അതൊരു ടെക് ഹബ്ബായിട്ട് മാറിക്കഴിഞ്ഞു. ജെഇ എക്സാം എഴുതി NITകളും IITകളും ഒക്കെ സ്വപ്നം കാണുന്നവർക്ക് അത്ര തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതോ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഐസർ ഭോപ്പാൽ നൽകുന്നത്. NIRF 2025 ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം ഐസർ ഭോപ്പാലില് 4 വർഷത്തെ ബിടെക് പ്രോഗ്രാമിന്റെ മീഡിയൻ പാക്കേജ് എന്ന് പറയുന്നത് 9 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ വർഷം 18 ലക്ഷം രൂപ വരെയാണ് ഐസർ ഭോപ്പാലിലുള്ള സ്റ്റുഡൻസിന് പാക്കേജ് ആയിട്ട് കിട്ടിയത്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും ഇത് കുറവാണെന്ന്. പക്ഷെ പല മിഡ് ടിയർ NITകളെക്കാട്ടിലും ഒരു ശരാശരി പാക്കേജിനേക്കാളും മുകളിലാണ് ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. എന്താണ് ഐസർ ഭോപ്പാലിലെ ഒരു പ്ലേസ്മെന്റ് റിയാലിറ്റി? നമ്മളൊരു NIT ആണോ അതോ ഐസർ ഭോപ്പാലാണോ ബിടെക് പഠിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും ഐസറിനെ അറിയുന്നത് 5 വർഷത്തെ BSMS പ്രോഗ്രാമിലൂടെയാണ്. എന്നാൽ ഐസർ ഭോപ്പാലില് ഇതിൽ നിന്നും വ്യത്യസ്തമായി 4 വർഷത്തെ പ്രോപ്പർ ആയിട്ടുള്ള ബിടെക് ഡിഗ്രികളും ഓഫർ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും 3 ബ്രാഞ്ചുകളാണുള്ളത്. ഒന്നാമത്തത് ഡാറ്റാ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഫീൽഡാണ്. രണ്ടാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് EECS ആണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. കോർ എഞ്ചിനീയറിംഗും സോഫ്റ്റ്വെയറും ഒരുപോലെ പഠിക്കാൻ പറ്റുന്ന ഒരു ബ്രാഞ്ചാണ്. മൂന്നാമത്തതായിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഈ ഒരു 3 ഡിപ്പാർട്ട്മെന്റുകളാണ് ഐസർ ഭോപ്പാലിലുള്ളത്. ഇതൊരു BSMS ഡിഗ്രി അല്ല, മറിച്ച് നിങ്ങൾക്ക് 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ബിടെക് ഇക്വലന്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ജോലി ആഗ്രഹിക്കുന്ന JEE ആസ്പിറൻസിന് നല്ലൊരു ബാക്കപ്പ് ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്ലേസ്മെന്റ് നമ്പറുകളിലേക്ക് വരാം. സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പല കണക്കും പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ NIRF 2025 ഡാറ്റ പ്രകാരം 2023-2024 ബാച്ചിലെ മീഡിയൻ പാക്കേജ് കൃത്യമായിട്ട് പറയുന്നത് 9 ലക്ഷം രൂപയാണ്. ഈ കഴിഞ്ഞ വർഷം ഡാറ്റാ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ 6 പേർക്ക് 12 ലക്ഷം LPAയിലാണ് പ്ലേസ്ഡ് ആയത്. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ഇൻസൈഡർ ഇൻഫർമേഷൻ ആണ്. ഇനി ഒഫീഷ്യൽ നമ്പറിലേക്ക് നമ്മൾ വീണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 9 ലക്ഷം രൂപ LPA ആണ് മീഡിയൻ പാക്കേജ്. എന്തുകൊണ്ടാണ് ഈ 9 ലക്ഷം രൂപ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാരണം? നിങ്ങളൊരു സാധാരണ NIT എടുത്ത് നോക്കുകയാണെങ്കിൽ പലയിടത്തും ഒരു മീഡിയൻ പാക്കേജ് എന്ന് പറയുന്നത് 10 മുതൽ 12 ലക്ഷം വരെയൊക്കെയാണ്. അപ്പം ഐസർ ഭോപ്പാലില് ഇതുമായിട്ടൊരു കമ്പയറബിൾ ഫിഗർ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. മാത്രമല്ല ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങിയ ടോപ്പ് ടെക് കമ്പനികളാണ് ക്യാമ്പസിലേക്ക് പ്ലേസ്മെന്റിനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു റിസർച്ച് മൈൻഡുള്ള ഒരു എഞ്ചിനീയറെയാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് എഞ്ചിനീയറിംഗ് കോളേജിനെക്കാട്ടിലും വാല്യൂ ഐസർ ഭോപ്പാലിലെ ബിടെക് ഡിഗ്രിക്ക് ഉണ്ടായിരിക്കും. ഇത്രയും നല്ലൊരു ഓപ്ഷൻ നമ്മളുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് JEE എക്സാമിന്റെ പിന്നാലെ മാത്രം പോകുന്നത്? നമുക്കൊരു IITയിൽ അഡ്മിഷൻ കിട്ടാൻ JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഹിമാലയൻ ടാസ്ക് നമ്മൾ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. കോമ്പറ്റീഷൻ ആണെങ്കിലോ ലക്ഷക്കണക്കിന് കുട്ടികളോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഐസർ ഭോപ്പാലില് ഈ ബിടെക് സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി മാത്രമേ എത്താൻ പറ്റുള്ളൂ. JEE കമ്പയർ ചെയ്യുന്ന സമയത്ത് സിലബസ് ഏകദേശം ഒന്നാണെങ്കിലും ക്വസ്റ്റ്യൻ പാറ്റേണും എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മാനേജബിൾ ആണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ബാലൻസ് ചെയ്ത് പഠിക്കാൻ അറിയുന്ന ഒരു കുട്ടിക്ക് IITയേക്കാൾ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഐസർ ഭോപ്പാലിലെ ഈ ഹൈ പേയിങ് ആയിട്ടുള്ള സീറ്റുകൾ. അപ്പോൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു എക്സാം അല്ല, നിങ്ങളുടെ കരിയർ കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്യാനുള്ള ഒരു വഴിയും കൂടെയാണ്. സോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, വേറൊരു പേരിന് വേണ്ടി നമ്മളുടെ വിലപ്പെട്ട വർഷങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ, അതോ ഐസർ ഭോപ്പാൽ പോലെയുള്ള ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ തുടങ്ങണോ എന്നുള്ള കാര്യം. അപ്പോൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2026 ഇനി അധികം സമയമില്ല. നിങ്ങളെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് റെഡിയാണ്. സിലബസ് കംപ്ലീറ്റ് നമ്മൾ ക്രാഷ് കോഴ്സിൽ കവർ ചെയ്യും.
20 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസർ ആസ്പിരൻസ്, മലയാളത്തിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള ഐസർ ആസ്പിരൻസിന്റെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഐസർ ഭോപ്പാലിലും NIT-യിലും പഠിക്കാൻ ഒരുപോലെ അവസരം കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? അതൊന്ന് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ കമന്റ് നോക്കുന്നതാണ്. സോ സ്റ്റേ ഫോക്കസ്ഡ്, സ്റ്റേ ഡിസിപ്ലിൻഡ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.